നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ ഡിവോഴ്സിന്റെ ലെവലിലേക്ക് പോകണമെങ്കിൽ ശക്തമായ ആരോപണങ്ങൾ തന്നെ വേണം. അതൊരു ഭാര്യ എന്ന നിലയിൽ സംഗീത വളരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. നടൻ വിജയ് ആയതുകൊണ്ട് വാർത്തയ്ക്ക് ഒക്കെ ഇത്തിരി ചൂടുകൂടും. തക്കം പാത്ത് ഇയാളെ കല്ലെറിയാനിരിക്കുന്നവരും സീസണിൽ മാത്രം പ്രതികരിക്കാനിരിക്കുന്നവരും ഈ സമയത്ത് വളരെ ആക്റ്റീവായി പ്രത്യക്ഷമാകും. ഒരുപാട് ആരോപണങ്ങളും ട്രോളുകളും പിറകെ വരും. ഡിവോഴ്സ് ഒരു നോർമൽ തിങ് തന്നെയാണ്. എന്നാൽ അതിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതാണ്. എന്നാൽ ആരോപണങ്ങളൊക്കെ സത്യമാണോ എന്നും അദ്ദേഹത്തിനെതിരെ വരുന്ന രൂക്ഷ വിമർശനങ്ങൾ ഒക്കെ കേട്ടിട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ കുറ്റം പറയുന്നത്? ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കാൻ ആകുന്നില്ലെങ്കിലുള്ള അടുത്ത ചോയ്സ് ആണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ പേഴ്സണൽ ലൈഫ് ആയിരുന്നാൽ പോലും ഇദ്ദേഹം പൊളിറ്റിക്സിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഇതുപോലെയുള്ള പല ആരോപണങ്ങളും നേരിടേണ്ടി വരുമെന്നത് ഉറപ്പായിരുന്നു. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് പോകുന്ന പോക്കിൽ സിനിമ അവസാനിപ്പിച്ചു. ഇനി സിനിമയിലേക്ക് ചെന്നാൽ വിമർശകർക്ക് വീണ്ടും കളിയാക്കാനുള്ള ചവിട്ടുപടിയാകും. പൊളിറ്റിക്സിൽ കയറിയ ശേഷം രക്ഷകൻ എന്ന ക്ലീൻ ഇമേജ് ഉണ്ടായിരുന്ന വിജയ് പെട്ടെന്ന് തന്നെ കരൂരിലെ ദുരന്തം നടന്നപ്പോൾ 41 പേരും മരിക്കാനിടയായ സാഹചര്യത്തിൽ അദ്ദേഹം കൊലയാളിയായി. ഒരു പെണ്ണ് വിഷയം വന്നാൽ വളരെ സിമ്പിളായി രാഷ്ട്രീയ ഭാവിയെ തകർക്കാൻ സാധിക്കും. കോടതിയും കേസ് വിധികളും ഒക്കെയായി നടക്കുന്ന സമയത്ത് കുടുംബമോ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നമോ കാര്യഗൗരവമായി എടുക്കാതെ നാട് നന്നാക്കാൻ ഇറങ്ങിയ മഹാന് കിട്ടിയ പുരസ്കാരം ഇതാണ്. എന്തൊക്കെയായാലും സംഗീത ഈ സമയത്ത് തന്നെ ഇങ്ങനെയൊരു നടപടി സ്വീകരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പണ്ട് നാൾ മുതൽ ആരോപണങ്ങൾക്ക് ഒരുപാട് വിധേയനായിട്ടുണ്ടെങ്കിലും സ്വന്തം ഭാര്യ തന്നെ ഇങ്ങനെയൊരു ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തപ്പോൾ അതിന് നല്ല ഒരു സ്ട്രോങ് എവിഡൻസ് കൂടിയായി. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഇദ്ദേഹത്തോടുള്ള ഇഷ്ടമോ താരാരാധനയോ കുറയുന്നില്ല. ഇനിയും ഒരുപാട് കേൾക്കേണ്ടി വരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.